ഒരു മനോഹരവും ശാന്തവുമായ കാടിൽ ഒരു ചെറുതായ ആമ താമസിച്ചിരുന്നു. മറ്റു മൃഗങ്ങളെ പോലെ അല്ലാതെ ആമയ്ക്ക് രാത്രിയുടെ നിശബ്ദത വളരെ ഇഷ്ടമായിരുന്നു. മൃഗങ്ങൾ എല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആമ ചന്ദ്രന്റെ വെളിച്ചത്തിൽ പതുക്കെ നടന്നുകൊണ്ട് താരകങ്ങൾ തിളങ്ങുന്നത് ആസ്വദിക്കുകയായിരുന്നു. അത് സമയത്ത് ചെടികളുടെ സമീപത്തു നിന്നൊരു ഭയഭീതമായ മൃദുവായ കരച്ചിലിന്റെ ശബ്ദം കേട്ടു. ആമ പതുക്കെ ആ വശത്തേക്ക് പോയി നോക്കിയപ്പോൾ വഴിതെറ്റിക്കാടിൽ എത്തിയ ഒരു ചെറിയ അണ്ണാൻകുട്ടിയെ കണ്ടു. നിങ്ങൾ ആരാണ്? അണ്ണാൻ ഭയത്തോടെ ചോദിച്ചു. ഞാൻ ആമയാണ്, പേടിക്കണ്ട. നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ ഇവിടെ വന്നത്, ആമ സ്നേഹത്തോടെ പറഞ്ഞു. അണ്ണാൻ കുറച്ചു ശാന്തമായി ആമയുടെ പുറത്ത് കയറി. ശാന്തമായ കാടുകൾ വഴി ആമ വളരെ ശ്രദ്ധയോടെ നടന്നു. അന്ധകാരം ആയിരുന്നെങ്കിലും ചന്ദ്രന്റെ പ്രകാശം അവർക്ക് വഴി കാണിച്ചു. അവന്മാർ ഇരുവരും ഒരുമിച്ച് സാന്ത്വനത്തോടെ നടന്നു. വെളിച്ചം അവരുടെ പാതയെ തെളിയിച്ചു. പതുക്കെ പതുക്കെ അവർ മുന്നോട്ടു നടന്നു. തിളങ്ങുന്ന നക്ഷത്രങ്ങളും കാറ്റിന്റെ നാദവും അവരുടെ സഞ്ചാരത്തിൽ കൂട്ടുകാർ ആയിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം അവർ ഒരു വലിയ മരത്തെ കണ്ടു. അതാണ് അണലിയുടെ വീട്. അമ്മേ, അച്ഛാ എന്നു അണ്ണാൻ സന്തോഷത്തോടെ വിളിച്ചു. അവളുടെ മാതാപിതാക്കൾ ഓടിയെത്തി. നന്ദി നന്ദി എന്ന് എല്ലാവരും ആമയോട് പറഞ്ഞു. ആമ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു സുഹൃത്തിന് സഹായം ചെയ്യുന്നത് ഒരു രാത്രി സമാപിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. അതിന്റെ ശേഷം ആമ പതുക്കെ തന്നെ വീണ്ടും തനിക്ക് പ്രിയപ്പെട്ട വീട്ടിലേക്ക് മടങ്ങി തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ കീഴിൽ ശാന്തമായി ഉറങ്ങി. നിങ്ങൾ പതുക്കെ നീങ്ങിയാലും നിങ്ങളുടെ ദയ ആർക്കെങ്കിലും അവരുടെ വീട്ടിലേക്ക് സുരക്ഷിതമായി എത്തിക്കാൻ കഴിയുമെന്ന് ഓർമ്മിക്കുക.